എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് Realme 8 5G എന്ന് പറഞ്ഞ ഫോണിൻ്റെ ലോങ് ടേം റിവ്യൂ ആണ്. ഏകദേശം 1.5 മാസത്തോളമായി ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്. 4GB ആണ് ഫോണിൽ റാം വരുന്നത്. അതുപോലെ തന്നെ 64GB മെമ്മറി വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ 3 ക്യാമറയാണ് വരുന്നത്. 48 MP മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 2 MP വരുന്ന ഡെപ്ത് സെൻസറും 2 MP വരുന്ന മാക്രോ ലെൻസുമാണ് വരുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Dimensity 700 5G എന്ന് പറഞ്ഞ ചിപ്പാണ് വരുന്നത്. 5G എനേബിൾഡ് ആയിട്ടുള്ള ചിപ്പാണ്. അതുപോലെ തന്നെ Android 11 ഫോൺ വരുന്നത്. ചാർജിങ്ങിനായിട്ട് Type C പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഫോണിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒരു ഇൻഹാൻഡ് ഫീലുമാണ് എടുത്ത് പറയേണ്ടത്. 5000 mAh ബാറ്ററി വരുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര ഹെവി ആയിട്ടുള്ള ഫോണൊന്നുമല്ല, ലൈറ്റ് ആയിട്ടുള്ള ഫോണാണ്. അതുപോലെ തന്നെ കയ്യിൽ പിടിക്കാനൊക്കെ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫോണാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ പ്ലാസ്റ്റിക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഗ്ലോസി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ഒന്നുമല്ല. ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്, എന്നാലും സാധാരണ ഒരു ഗ്ലോസി ഫോൺ പോലെ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് അല്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരുന്നില്ല. ഞാൻ കവർ ഇല്ലാതെ യൂസ് ചെയ്തിട്ടും അങ്ങനെ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോൺ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോണാണെന്ന് പറയാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ആണ്. 5000 mAh ആണ് ഫോണിൽ ബാറ്ററി വരുന്നത്. 5000 mAh എന്ന് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. 5G എനേബിൾഡ് ആയിട്ടുള്ള സെറ്റാണ്, എന്തോരം ബാറ്ററി ബാക്ക് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു ഇഷ്യൂ ഇല്ല. ഇതിൽ വരുന്ന Dimensity 700 എന്ന് പറഞ്ഞ ചിപ്പ് അത്യാവശ്യം നല്ല ബാറ്ററി എഫിഷ്യൻസി ഉള്ള ചിപ്പാണ്. ഞാൻ അത്യാവശ്യം ഒരു ഹെവി യൂസറാണ്. നല്ല രീതിയിൽ ഗെയിം കളിക്കും, അതുപോലെ തന്നെ നല്ല രീതിയിൽ യൂട്യൂബ് വീഡിയോസ് കാണും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയൊക്കെ ഇഷ്ടംപോലെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്നിട്ടും എനിക്ക് ഒരു ദിവസം ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഒരു 20% അല്ലെങ്കിൽ 30% ബാറ്ററി ബാലൻസ് ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഒരു നോർമൽ യൂസറായിട്ടുള്ള ആൾക്ക് 1.5 ദിവസം മുതൽ 2 ദിവസം വരെ ഈസി ആയിട്ടും കിട്ടും. അപ്പോൾ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യം 90 Hz പാനലാണ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. എടുത്തു പറയേണ്ട കാര്യം, നല്ലൊരു പാനലാണ് വരുന്നത്. ഔട്ട് സൈഡൊക്കെ പോയാലും നമുക്ക് വ്യൂയിങ് ആംഗിൾസ് ഒന്നും യാതൊരു പ്രശ്നമില്ല. നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പോസിറ്റീവ് അത് ഗെയിമിംഗ് ആണ്. നമ്മൾ 1 മണിക്കൂറല്ല, ഒരു 1.5 മണിക്കൂർ ഗെയിം കളിച്ചാലും യാതൊരുവിധ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. യാതൊരുവിധ ഹീറ്റും ഇല്ല. ചെറിയ രീതിയിൽ പോലും നമുക്ക് ഹീറ്റ് ആവില്ല. ചെറിയൊരു വാം ആവും, പക്ഷേ അത് സാധാരണ എല്ലാ ഫോണും ആകുന്ന പോലെ തന്നെ ഉള്ളൂ. ഹീറ്റിംഗ് എന്ന് പറയാനായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. അതും ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഗെയിമും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഹാങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഫ്രെയിം ഡ്രോപ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല രീതിയിൽ ഗെയിമിംഗ് നടക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഇതിനകത്ത് ക്യാമറയാണ്. ക്യാമറ എന്ന് പറയുമ്പോൾ ഞാൻ മൊത്തത്തിൽ ക്യാമറയെ കുറ്റം പറയുകയല്ല. ഇതിനകത്ത് വരുന്ന 48 MP എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ഫോട്ടോസാണ്. നല്ല ഫോട്ടോസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെട്ടമുള്ള സാഹചര്യത്തിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് നല്ല ഫോട്ടോസാണ്. നല്ല ക്വാളിറ്റി ഉള്ള, അതുപോലെ തന്നെ നല്ല ഡെപ്ത് ഉള്ള ഫോട്ടോസാണ് നമുക്ക് നല്ല വെട്ടവും വെളിച്ചമുള്ള സാഹചര്യത്തിൽ കിട്ടുന്നത്. എന്നാൽ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് വെട്ടമില്ലാത്ത സാഹചര്യത്തിൽ അത് കിട്ടുന്ന ഫോട്ടോസൊക്കെ വളരെ മോശമാണ്. അധികമൊന്നും വേണ്ട, കുറച്ച് വെട്ടം കുറവുള്ള സാഹചര്യത്തിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ നോയ്സി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഡെപ്തും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോ ആണ് നമുക്ക് വെട്ടം കുറഞ്ഞ സാഹചര്യത്തിൽ കിട്ടുന്നത്. ഈ 2 ക്യാമറകൾ എന്തിനാണ് തന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. 2 MP വരുന്ന മാക്രോ ലെൻസ്, അതുപോലെ 2 MP വരുന്ന ഡെപ്ത് സെൻസറും രണ്ടും വേസ്റ്റാണ്, ഒരു ഉപയോഗമില്ല. ഈ ഡെപ്ത് സെൻസർ എന്ന് പറയുന്നത് ഈ 48 MP വെച്ച് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഈ മാക്രോ ലെൻസിൻ്റെ ആവശ്യം നമുക്കില്ല. ഈ 2 ക്യാമറകൾ ഒഴിവാക്കിയിട്ട് ഒരു വൈഡ് ആംഗിൾ ലെൻസാണ് തന്നിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടാനാവും. ഈ ഫോട്ടോയൊക്കെ ബാക്ക് ക്യാമറകൾ എടുത്താണ്, നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോയാണ്, നമുക്ക് നല്ല ഡെപ്തുള്ള ഫോട്ടോയാണ്. സൂം ചെയ്യാലും നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടാത്ത നല്ല ഫോട്ടോയാണ് നമുക്ക് 48 MP ക്യാമറ കിട്ടുന്നത്. ഇനി വെട്ടം ഇല്ലാത്ത സാഹചര്യത്തിലെടുത്ത ഫോട്ടോസ് കാണിച്ചു തരാം. ഇൻഡോർ ഫോട്ടോസിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാകുന്നത്. സൂം ചെയ്യുമ്പോൾ മനസ്സിലാവും, യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത വളരെ നോയ്സി ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറ കുഴപ്പമില്ല. നമുക്ക് 16 MP വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോയാണ് കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ബ്ലറായിട്ട് നമുക്ക് സൈഡ് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. സെൽഫി ക്യാമറ കുഴപ്പമില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്നൊരു ചാർജിങ് ടൈമാണ് പ്രശ്നമായിട്ട് വരുന്നത്. 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 5000 mAh അതിനകത്ത് ബാറ്ററി വരുന്നത്. ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.5 മണിക്കൂർ മേളിൽ വരുന്നുണ്ട്. സാധാരണ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ അത്രയും ടൈം എടുക്കേണ്ടതല്ല. പക്ഷേ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ആയിട്ട് കൂടി ഏകദേശം 2.5 മണിക്കൂറൊക്കെ ചാർജിങ്ങിന് എടുക്കുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സ്പീക്കറാണ്. സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. സിംഗിൾ സ്പീക്കർ ആയിട്ടുള്ള ഫോണുകളിൽ നല്ല സൗണ്ടുള്ള ഫോണുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് സൗണ്ട് അത്ര ക്വാളിറ്റിയുള്ള സൗണ്ടല്ല, നമുക്ക് ലൗഡും അല്ല, അതുപോലെ തന്നെ ക്വാളിറ്റിയും തീരെ കുറഞ്ഞ സൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. വേറെ പോസിറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, ആ നിമിഷം തന്നെ അൺലോക്ക് ആവും. റിയൽമിയുടെ ഫോണിലെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫേസ് അൺലോക്കിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ എല്ലാ ഫോണിലും വർക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമല്ല, ഇപ്പോൾ എല്ലാ ഫോണുകളും ഇതുപോലെ തന്നെയാണ്. ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ റിയൽമിയുടെ ഫോണിലായതുകൊണ്ട് നമുക്ക് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഉപയോഗിക്കാത്ത എല്ലാ ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു പ്രശ്നമല്ല. പക്ഷേ പറഞ്ഞതേ ഉള്ളൂ, ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ഇവിടെ ഉണ്ട്. ആകെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത് ക്യാമറ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 5G ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറൊരു 5G ഫോൺ വരുന്നത് പോക്കോയുടെ M3 Pro ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ട് ഫോണും ഏകദേശം സെയിം ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വേറെ ഫോൺ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.